Hey Hi guys, guys, welcome back to to our our YouTube YouTube channel. channel. It's It's me, me, Haza Haza Studio. ഇന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ജേണൽ അൺബോക്സ് ചെയ്യാണ്. ഇത്രയും ഞങ്ങൾ വീഡിയോ എടുത്തെന്താ വെച്ചാൽ ഞങ്ങൾക്ക് എക്സാം ആയിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടേമിൽ എക്സാം ഫസ്റ്റ് ടേം കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. കെമിസ്ട്രി പേപ്പർ കിട്ടി 11.5 ഔട്ട് ഓഫ് 30 കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഇതൊക്കെ ഉണ്ട്. ഈ കുറച്ചുകൂടി പേപ്പേഴ്സ് എനിക്ക് ആദ്യത്തെ പേപ്പർ തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്കും കിട്ടി, പക്ഷെ ഞാൻ മോസ്റ്റ്ലി ഇംഗ്ലീഷ് ഇത്തിരി ആണ്. സോ അതുകൊണ്ട് എനിക്ക് ഇത്തിരി മാർക്ക് കിട്ടുള്ളൂ, ഒരു ആവറേജ് കിട്ടിയിട്ടുള്ളൂ. സോ ഗുഡ് ആണെന്ന് പറയത്തില്ല, ഓക്കെ കുഴപ്പമില്ലെന്ന് ഉള്ള മാർക്കാണ്. സോ അതുകൊണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് അൺബോക്സ് ചെയ്യാം. എന്റെ ജേണൽ ഞാൻ അപ്പൊ ഞാൻ തന്നെ നെക്സ്റ്റ് ഹയാണ് അൺബോക്സ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് നല്ല ഭംഗിയുള്ള ബോക്സ്. ജേണൽ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, ബ്ലാ 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 ഒക്കെ. ഗ്ലാസ് ആണ് ഗൈസ്, പൊട്ടിയതേ ഉള്ളൂ. ഞാൻ ഇവിടെ പിന്നെ കിടക്കത്തില്ല. അപ്പൊ അതാ ഫസ്റ്റ് തന്നെ എന്റെ ജേണൽ ബുക്കാണ്. ജേണൽ ബുക്ക് എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും, ഷോർട്സിൽ ഞാൻ കുറെ ഇട്ടിട്ടുണ്ട്. എന്റെ കുറെ ജേണൽസ് ഉണ്ട് കേട്ടോ, കുറെ ഉണ്ട്. ഞാൻ കുറേന്ന് പറയാൻ ഭയങ്കര ഇല്ല, കുറെ അങ്ങനെ പറയാം. ഒരു 22 കൊണ്ടോ ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്, ഷോർട്സ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ എല്ലാരും വേണമെങ്കിലൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ ജേണലൊക്കെ ചെയ്യണമെങ്കിൽ. എന്റെ ഫസ്റ്റ് ജേണലാണ് ഇത്. ഇത് ഈസി ജേണൽസ് ആണ് എല്ലാം. എല്ലാം ഈസി ടൈപ്പ് ജേണലാണ്, ഹോം മെയ്ഡും. പിന്നെ പിന്നെ കുറച്ചൊക്കെ വാങ്ങിച്ചത് സ്റ്റിക്കേഴ്സ് ഒക്കെ വാങ്ങിച്ചതാണ്, ചിലതൊക്കെ ഹോം മെയ്ഡുമാണ്. പിന്നെ അടിപൊളി ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇരുന്ന് കീറിയെടുത്താണ്. ഞാൻ ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. അതല്ല, ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. നല്ല രസമില്ലേ, എസ്തറ്റിക് പോലല്ലേ, ക്ലിയർ നല്ല ഒരു ജസ്റ്റ് സ്മോക്ക് പോലെയാണ്, സ്മോക്ക് ഫോഗി പോലെയാണ്. പിന്നെ ഇത് എന്റെ ഫ്രണ്ട്, എന്റെ ബസ്സിലത്തെ ഒരു ഫ്രണ്ട് എനിക്ക് ബട്ടർ പേപ്പർ വെച്ചുണ്ടാക്കി തന്ന സോ ക്യൂട്ട്. ഇത് വെച്ച് കുറെ പീസസ് ഉണ്ട്. ഇത് സ്റ്റിക്കി നോട്ട്സ് ആണ് ആക്ച്വലി ഉദ്ദേശിച്ചത്, പക്ഷെ ഇങ്ങനെ ഇത് വെച്ച് ഞാൻ ജേർണലിൽ യൂസ് ചെയ്യാണ്. എന്റെ ഫ്രണ്ട് എനിക്ക് എന്റെ 12th ബർത്ത്ഡേക്ക് ബസ് ഫ്രണ്ട് എനിക്ക് തന്നാണ് കേട്ടോ. അപ്പൊ ഇതാണ്. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാല് ഇത് എന്റെ ഫ്രണ്ട് തന്നാണ്. ചിലതൊക്കെ ഞാൻ ഇതിലേക്ക് ഒട്ടിച്ചതാണ് കേട്ടോ. ഇത് എന്റെ ഒരു ഫ്രണ്ട് തന്നാണ്, എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഖദീജ എന്ന് പറഞ്ഞിട്ടുള്ള, സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതുണ്ട്. മറ്റേ ഇതേതാ, ഇതാരാ ഉണ്ടെന്ന്, ഇത് നന്ദിനി എന്ന് പറഞ്ഞൊരു. പിന്നെ വേറെ ഒന്നും ഇതാണ്. ഇതിന്ന് ഈ ഒരു കുട്ടീനെ വേറൊരു ഇതൊക്കെ തന്നത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. എൻ്റെ ഈ ഫ്രണ്ട് തന്നെയാണ്, ഖദീജ എന്നാണ്. ഇതൊക്കെ ഖദീജ എന്നാണ്, കുറെ ഫ്രണ്ട്സ് ഒക്കെ തന്ന ഒരു സംഭവങ്ങളൊക്കെ. പിന്നെ ഇത് എൻ്റെ വേറൊരു ഫ്രണ്ട് ജിയ തന്നാണ്. ദേ ആർ ഓൾ മൈ ഗ്യാങ്. ഓക്കെ. അപ്പോ പിന്നെ ഇത് കുറച്ച് സ്റ്റിക്കി നോട്ട്സ് ആണ് നമ്മൾ മേടിക്കാറുള്ളത്. പിന്നെ ഇത് സ്റ്റാർസ് ഒക്കെ ഞങ്ങൾ വേറെ ആവശ്യത്തിന് യൂസ് ചെയ്ത, പക്ഷെ അതില് യൂസ്ഫുൾ ഉണ്ടായില്ല. സോ നമ്മളത് പിന്നെ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. സ്റ്റിക്കേഴ്സിന്റെ വലിയ ആരാ തന്നത്? ഇത് എന്റെ ഒരു ഫ്രണ്ട്. അങ്ങനെയൊന്നുമില്ല, ഫ്രണ്ട് എന്താ പറയാ. She gave me this for Christmas gift. ഓക്കെ, അപ്പം തിരിച്ചു വെച്ചോളൂ. ഇത് ഞാനൊരു വാട്ടർ ബോട്ടിലിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയാണ്, അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ വെച്ചത്. ഇത് കുറെ റൈറ്റിംഗ്സ് ആണ്. റൈറ്റിംഗ്സ് മോസ്റ്റ്ലി ഞങ്ങള് ഇത് ഒരു ഇതാണ്, ഞങ്ങള് കൊറേ റൈറ്റിംഗ്സ് മൊമെന്റോസ് എന്താ പറയല്ലേ, അങ്ങനെ എന്തോ മോട്ടിവേഷണൽ കോട്ട്സ് ആണ്. ഇവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. മോട്ടിവേഷണൽ കോട്ട്സ് ആണ് ഇത്. ഞങ്ങള് ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്, മീഷോന്ന് വാങ്ങിച്ചു. പിന്നെന്ന് വെച്ചാല് ഇത് ഞാൻ ബുക്ക് വാങ്ങിച്ചപ്പോൾ എനിക്ക് അതിന്റെ കൂടെ കിട്ടിയതാണ്. ബുക്കല്ല, ഇതിന്റെ ക്ലാസ്മേറ്റിന്റെ ഒരു ഇതിൽ നിന്നൊക്കെ കിട്ടിയതാണ് എനിക്ക്. പിന്നെ ഇതെന്റെ ഒരു ഫ്രണ്ടാണ് ജിയ. അപ്പൊ ജിയ എന്നാണ് എനിക്കിത്. ഇത് രണ്ടും എന്റേതാണ്. ഇത് രണ്ട് ഹെൽത്ത് തന്നെയാണ്. ബാക്കി തന്നൊക്കെ എന്റെ ഒരു ഫ്രണ്ട് തന്നാണ്. അതില് ഏതോരെണ്ണം എന്റേതാണ്, എനിക്ക് അറിഞ്ഞൂടാ. ജിയ തന്ന ഏതോരെണ്ണം എനിക്ക് she gave me all things she deserves. And ഇത് ഞാൻ എന്റെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ്, ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയതാണ്. എന്നിട്ട് ഇതിന്നൊക്കെ ഇങ്ങനെ കീറാനും ഉണ്ടാക്കാനും എനിക്ക് എപ്പോഴും ഉണ്ടാക്കാൻ കുറച്ച് മടി കൂടുതലാണ്. അതിന് വേണ്ടിയില്ല, മടിയന്മാർക്കുള്ളതാണ്. പിന്നെ ഇത് കുറച്ചിങ്ങനെ മടിയന്മാരെ ജേണൽ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇത് റെഡ് സീ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ.
ഈ ഒരു പിക്ചർ ഒരു ഒരു സൺലൈറ്റ് ഒക്കെ പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ ഇത് ഞാൻ ബട്ടർഫ്ലൈ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാലോ. എനിക്ക് കുറെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. എൻ്റെ കയ്യിൽ കുറെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതിലത്തെ പിന്നെ വേറെ ഒരു സ്റ്റാർ എൻ്റെ ഒരു നെയ്ബർ തന്നാണ്. കുറെ എണ്ണം എന്റെ ഫ്രണ്ട്സും നെയ്ബേഴ്സും എല്ലാം കൂടി തന്നാണ്. ഇതും എൻ്റെ ഒരു ക്ലാസ്സിലുള്ള ഒരു കുട്ടി തന്നാണ്. ഓക്കെ. പിന്നെ ഈ ടേപ്പൊക്കെ ഞങ്ങൾ മേടിച്ചല്ല, അവളുടെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താണ്. ഫ്രണ്ട്സ് എന്റെ ബർത്ത്ഡേക്ക് എല്ലാരും കൂടിയിട്ട് കുറെ ഗിഫ്റ്റ് ഒക്കെ തന്നായിരുന്നു. പിന്നെ ലാസ്റ്റ് ഡേക്കൊക്കെ പിന്നെ ഞാൻ നല്ലൊരു അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല രസമല്ലേ ഫോക്കസ് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇത് ഞാൻ വെറുതെ കട്ട് ചെയ്തെടുത്താണ് മാഗസീനിലാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് യു അങ്ങനെ കുറെ ഇതൊക്കെ. പിന്നെ ഇത് ഒട്ടിപ്പോയി. ഇത് മറ്റേ ചെറിയ സ്റ്റാർസിൽ പെടുന്നുണ്ടോ ഇവിടെ ഇതിന്റെ ചെറുതാണ് കുഞ്ഞുവാവ. ഇതും എന്റെ ഒരു ഫ്രണ്ട് ആണ്. മോസ്റ്റ് ഓഫ് ദം ഞാൻ പറഞ്ഞല്ലോ ഇത് എന്റെ ഫ്രണ്ട്സ് ആണ്. നമ്മുടെ മറ്റേ കളക്ഷൻ അവിടെ പോയി നമ്മൾ 5 രൂപ ഇത് പിന്നെ ഞാനും ഇതൊരു ചെറിയ ഇതിലാക്കിയിട്ട് ഇതൊരു ഡയമണ്ട് ഷേപ്പ്, അത് സ്ക്വയർ ഷേപ്പ്. ഈ സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഇത് 5 റുപ്പീസിന് തന്നെ നല്ല വില കുറവായിട്ട് കിട്ടും. ഞാൻ കട്ട് ചെയ്തെടുത്താണ്. ഞങ്ങള് കട്ട് ചെയ്തെടുത്താണ് ഇതിന്റെ 5 രൂപയ്ക്ക് കിട്ടും. ഓക്കെ. ഇവിടെ കുറച്ച് പണി നടക്കുന്നുണ്ട്, അതിന്റെ സൗണ്ട് ഇവിടെ ഒരു പണി നടക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് സൗണ്ട് ഒക്കെ ഉണ്ടാവും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. എനിക്ക് കേൾക്കുന്നുണ്ടോന്ന് എത്ര മാത്രം അറിയില്ല, അതുകൊണ്ടാണ് ഞങ്ങള് മൈക്കൊക്കെ വെച്ചിട്ട് നിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് ഹെസന്റെ കളേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അത് എന്താ ഒട്ടിക്കാൻ ഞാൻ കുറച്ച് വെറൈറ്റി ടൈപ്പ് ആയിട്ട് ആക്കിയതാണ്. ഇവള് കുറച്ച് ഇങ്ങനെയൊക്കെ കുറച്ച് സ്റ്റൈലൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി വെറൈറ്റി ആക്കിയതാണ്. ഇതൊരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് മറ്റേ മോട്ടിവേഷൻ കോട്സ് കിട്ടിയപ്പോ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടി. അപ്പൊ അത് ഞാനിത് അത് വെച്ച് എന്തെങ്കിലും യൂസ്ഫുൾ ഞങ്ങൾ എന്ത് കിട്ടുമ്പോ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തതിന്റെ ഇതിന്റെ സാധനമാണ്. അതാണ്. ഇനി അടുത്തത് ബട്ടർഫ്ലൈൻ്റെത് ഞാൻ ജേർണലിന് വേണ്ടി യൂസ് ചെയ്തായിരുന്നു. ഇതിന്റെ ഹാഫ് ഇട്ടിട്ട് കാണിച്ചത് ഇതാണോ അതിന്റെ ഹാഫ്. ഒറ്റ വെയിറ്റ് ഒന്ന് ഫോക്കസ് ചെയ്യട്ടെ. ഇങ്ങനെയായിരുന്നു. ഞാനത് വെട്ടിക്കളഞ്ഞതാണ് ഇതിന്റെ ഒരു ആവശ്യത്തിനായിട്ട്. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പിന്നെ കുറച്ച് ബ്ലാ ആയിട്ട് ഞാൻ വരച്ചിട്ടാണ് സ്റ്റാർ ഒക്കെ ഒന്ന് കോളായിട്ടുണ്ട്. അതിന്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഓരോന്നൊക്കെ എടുക്കാറുണ്ട്. പിന്നെ ഇതൊരു പക്ഷീനെ പോലെ അത് ഞാൻ കട്ട് ചെയ്തതാ. പിന്നെ ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇത് എന്റെ ഫ്രണ്ട് ചെയ്തതാണ്. ചെറിയ പീസ് തന്നാണ്. ഇതെന്താണ്? ഞാൻ ജേർണൽ ഇതും നെയ്ബർ ഇത് നെയ്ബർ തന്നാണ്. റയാൻ എന്ന് പറഞ്ഞ. അപ്പൊ ഇതാരാണ് മറ്റേത്? മറ്റേ സ്റ്റാർസിന്റെ അതും റയാന തന്നത്. അപ്പൊ ഇതും റയാൻ തന്നു. പിന്നെ ഇത് ഞാനിത് വെറുതെ പൊട്ടത്തരക്ക് വെറുതെ ബാക്കിലൊക്കെ ഡിയേഴ്സ് ഒക്കെ ഉണ്ട്. മോണിമെന്റ് ഒക്കെ ഇത് ഞാന് കുറച്ച് സ്റ്റിക്കേഴ്സ്. ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടോ. ഇതും 5 രൂപന്റെ സ്റ്റിക്കേഴ്സ് ആണ്, 5 റുപ്പീസിന്റെ. പിന്നെ ഇത് വേറെ. ഇത് ഞങ്ങൾക്ക് വാട്ടർ ബോട്ടിൽ കിട്ടിയ കവായി സ്റ്റിക്കേഴ്സ് ഫ്രീ ആയിട്ട്. നമ്മളിത് എല്ലാം തിരിച്ചെടുക്കണം. എന്നിട്ട് പിന്നെ കൊറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. എപ്പോഴാ എടുത്തോണ്ട് പോയത്? ഇത് എനിക്കറിയില്ല. ഇത് നീയാ വെച്ചത് ആണോ? ഇത് എന്റെ കസിൻ സിസ്റ്റർ ഹെസക്ക് കൊടുത്താണ് ഫ്രീ ആയിട്ട്. പിന്നെ പൊട്ടിപ്പോകുന്നുണ്ട്. ഇതിൽ ആക്ച്വലി പിങ്ക് ഉണ്ടായിരുന്നു, പിങ്ക് തീർന്നു പോയി. അതാണ് തീർന്നു പോയതല്ല. ഓക്കെ. പിന്നെന്തായിരുന്നു? പിന്നെ ഇതിന്റെ ഓരോ പാർട്സ് ഒക്കെ ഈ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പം ഞങ്ങൾ കുറച്ചൊരു വലിയ ജേർണൽ കിറ്റ് ആക്കിയോണ്ട് യൂസ്ഫുൾ ഉണ്ട്. പിന്നെ ഇത് എനിക്ക് ചെറുതാക്കി കട്ട് ചെയ്യാൻ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ കുറച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഞാനാണ് അവൾക്ക് ഈ ഐഡിയ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ അതാക്കാന്ന് കുറച്ചുകൂടി. അതാ ഹെസാണ് പറഞ്ഞത്. പിന്നെ ഇത് വേറെയാണ്. ഇത് മറ്റേ നമുക്ക് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു എന്തോ നമ്മള്. പിന്നെ അതിന് ശേഷം ഹെസന്റെ ഒരു മിനിസോ ഒരു ബാർബിനെ വാങ്ങിച്ചായിരുന്നു. ഈ കുഞ്ഞിപ്പാണ്ടിക്ക് വേണം സോറി കുഞ്ഞക്ക് ഇത് വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് കുഞ്ഞാന്നല്ല വീട്ടിൽ വിളിച്ചാൽ എന്നിട്ട് ഈ മേർമെയ്ഡ് അടിപൊളിയാണ്. ഇവള് ഈ മേർമെയ്ഡ് ഒരെണ്ണം കളഞ്ഞു കിട്ടോ. അപ്പൊ രണ്ടാമത് പോയി വാങ്ങിച്ചോണ്ടാണ്. അതൊന്നും പറയണ്ട. ഡോണ്ട് ടെൽ അബൌട്ട് ദ പാസ്റ്റ്. ഇത് ഞാന് താങ്ക് യു കാർഡാണ്. വാച്ച് വാങ്ങിച്ചപ്പോ അതിനുള്ള വെറുതെ ഉണ്ടത്. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബുക്കിന്റെ ബാക്കിൽ ഒട്ടിക്കാം. പിന്നെ ഇത് ഈ ഒരു 5 ടേപ്പ് ഇല്ല. ഇതിലത്തെ ഇത്രയും എന്റെ ഫ്രണ്ട് കഥിച്ചാണ്. പിന്നെ ഇതെന്റെ വേറെ ചെയ്യണം. ടോട്ടൽ ഐ ഹാവ് 5 കളേഴ്സ്. ഇതൊരു കുറച്ചുകൂടി ഒരു ഇത് കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഗൈസ്. എല്ലാത്തിനും ഡിഫറൻസ് ഉണ്ട്. ദാറ്റ്സ് ഹൗ ഇറ്റ് ലുക്സ്. പിന്നെ ഒരെണ്ണം ഇത് ബട്ടർ പേപ്പർ ആണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ബട്ടർ പേപ്പർ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് സ്പീഡപ്പ് ആക്കണം. ഇത് 11 മിനിറ്റ്സ് ആയി. ബാക്കിയൊക്കെ റൈറ്റിംഗ്സ് ആണ് വരുന്നത്. പിന്നെ ഇതൊരു ബാഗ് ഞങ്ങളൊക്കെ കീറിയിട്ടും ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട്. ഇത് സ്ക്വയർ എന്റെ 5th അല്ല 6th ഫ്രണ്ടിന്റെ കണ്ടാണ്. പിന്നെ 2-3 സ്റ്റിക്കി നോട്ട്സ്, കളർഫുൾ സ്റ്റിക്കി നോട്ട്സ്. പിന്നെ ഒരു ട്വീസർ. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യാറില്ല. കോട്ടൺസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ഗൈസ്. ഓക്കെ ഇത് കോട്ടൺ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വേറെ ഒന്നും ഇത് കളേഴ്സ് ആണ്. പിന്നെ ഒരു ബ്ലൂവും അതിന്റെ കുറച്ച് പാർട്സും. പിന്നെ വേറെ ഒന്നും ഇതും മിനിസോ. എനിക്ക് വീഡിയോ എടുത്ത് മതിയായിട്ട്. ഞാൻ കുറച്ച് കാണിക്കാം. അല്ല അവിടെ കിടക്ക്. ഇത് ലാസ്റ്റാ. ഇത് ഞാൻ കട്ട് ചെയ്തതാണ് ഇന്നലെ രാത്രി ഇരുന്ന്. ബാക്ക്ഗ്രൗണ്ട്സ് നമ്മുടെ കുറെ ജേർണൽസ് വരുന്നുണ്ട് കേട്ടോ. ഇനി കുറെ വരുന്നുണ്ട്. പിന്നെ ഇതൊരു എക്സാം ഫ്രീ ആയോണ്ട് ഭയങ്കര അടിപൊളി. 4 ദിവസം നമുക്ക് ലീവ് ആട്ടോ. പിന്നെ ഇത് ഇടണം. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഇത് പറഞ്ഞ ഫ്ലവർ ടൈപ്പ് ആണ്. ജാസ്മിൻ. പിന്നെ ഇത് ഞാൻ കാണിച്ച് മൂഡ് അടിപൊളിയാണ്. വേറെ ഒന്നും ഈ ഒരു പാർട്ടിക്ക് കാണിക്കാനായിരുന്നു. പിന്നെ വേറെ ഒന്നും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ആണ്. ഓക്കെ ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാം. ഓക്കെ പിടിച്ചോളൂ. ഓക്കെ സോ ഇനി ഞാൻ എന്റെ കാണിക്കാൻ പോകുന്നു. എനിക്ക് ആകെ ഇത്തിരി ഉള്ളൂ. അത് അലങ്കോലമായപ്പോ അതൊക്കെ മാറ്റിച്ചതാണ്. സോ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കവൈ സ്റ്റിക്കേഴ്സ് ആയിട്ടൊക്കെ പോലെ കിട്ടിയപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ ഇതായിട്ടെടുക്കാൻ വേണ്ടി. സോ ദാറ്റ്സ് വൈ ദാറ്റ് ഇത് കാണിച്ചതാണ് ഓൾറെഡി. ഇത് റൈറ്റിംഗ്സ് ആണ് ഇതാണ്. സോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പൊ ഞാൻ കുറച്ചേ കാണിച്ചുള്ളൂ. ഞാൻ ഇത് ക്ലീൻ ചെയ്യണ ഒരു വീഡിയോ ആയിരുന്നു. തിരിച്ച് നല്ല ഭംഗി നോക്കാം. എങ്ങനെ പറയുന്നു? എന്ത് പറയുന്നു? ഓക്കെ ചെയ്തോട്ടെ. ക്ലീൻ ചെയ്യുന്ന വീഡിയോ നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. ഓക്കെ 3, 2, 1. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട്സ് ആക്കാം. ഫസ്റ്റ് കളർ പേപ്പേഴ്സ് സെക്ഷനിലേക്ക് വെക്കാം. കളർ പേപ്പേഴ്സ്. പിന്നെ ഇതൊരെണ്ണം ബാക്ക്ഗ്രൗണ്ട്സ്. ഇത് കളർ പേപ്പേഴ്സ് വേറെ. പിന്നെ ഇത് ബാക്ക്ഗ്രൗണ്ട്സ്. കളർ പേപ്പേഴ്സ് ബാക്ക്ഗ്രൗണ്ട്സ്. റൈറ്റിംഗ്സ് ഞാൻ വേറെ ഭാഗത്താ. അവിടെ ഇത് അത് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിട്ടാണ്. കുറച്ച് ഇവള് ഭയങ്കര സ്ലോ ആണ്. പിന്നെ ഒരെണ്ണം ആദ്യം നിന്റെ മൈക്ക് അങ്ങോട്ട് വരും. ഓക്കെ അപ്പൊ ഇവിടെ ഫസ്റ്റ് ഒരു സെക്ഷന് കളർ പേപ്പേഴ്സ്. പിന്നെ വേറെ ഒരു സെക്ഷന് ബാക്ക്ഗ്രൗണ്ട്.
കൂടുതലുള്ളത് ഇത് അതാണ് ഇത് ലെറ്റേഴ്സ് ആണ് സ്റ്റിക്കി നോട്ട്സ് സൈഡിൽ വെക്കും സ്റ്റിക്കി നോട്ട്സ് അങ്ങനെ പോയിരിക്കും നിങ്ങൾ സ്റ്റിക്കേഴ്സ് ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ വെക്കുന്നത് സ്റ്റിക്കേഴ്സ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട ജേർണൽ ചെയ്യുമ്പോൾ സിസേഴ്സ് ഒരു അങ്ങനെ പറയാം റൈറ്റിംഗ്സ് ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ഇതൊരു ഓർഡിനറി ആണ് ഇത് ഞാൻ വരച്ചിട്ടാണ് ദിസ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് പിന്നെ ഇതൊന്നും ഇത് വേറെ and this is a sticky notes I am making it here. And it will be a happy birthday me and this is exciting. And this is all our stickers. Background ഇവിടെ ആണല്ലേ ഇത് കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു ഇത് മോട്ടിവേഷൻ കോട്സ് ആണ് അതിന് ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇതും ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് അപ്പൊ ഞാൻ മടക്കി വെക്കാം അല്ല അവിടെ ഒരു ബുക്ക് ഇവിടെ മടക്കി വെക്കാം ടേപ്സ് ആണ് ഓൾ അതെ ആൻഡ് ഇത് ഓക്കെ അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ജേർണലിലുള്ള സപ്ലൈസും കാര്യങ്ങളൊക്കെ എനിക്കിതിൽ മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഒരു പൂളിന്റെ വീഡിയോ എടുത്തിരുന്നു പിന്നെ ഞങ്ങൾക്ക് അറിയാലോ പൂളിന്റെ വീഡിയോസ് എടുത്ത കുറച്ച് പാടാണ് സോ വെറും വെള്ളം ആയതുകൊണ്ട് തന്നെ ഫോൺ ഡിവൈസ് കുറച്ച് പാടാണ് ഹാൻഡിൽ ചെയ്യാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ ഇതൊക്കെ ഉണ്ടാവും കുറേ എനിക്ക് നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഭയങ്കര ടഫാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഫോളോ നമ്മുടെ ഓരോ like, share, subscribe, follow the video. Bye.